ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. വേറെ ഒന്നുമല്ല, സൈക്കോളജിക്കലി ഒരു പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ അത് അവളുടെ ക്യാരക്ടറിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. നോക്കാം എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് ഒരു പെൺകുട്ടിയുടെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി നിങ്ങളൊന്ന് ടച്ച് ചെയ്യാനൊക്കെ നോക്കും. അതായത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ കയറി പിടിക്കും, നിങ്ങളുടെ ഷോൾഡറിലൊക്കെ പിടിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ഹെയറിൽ അതായത് തലമുടിയിലൊക്കെ പിടിക്കും. ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും അറിയാതെ ഒന്ന് ഉരസിയിട്ട് അങ്ങോട്ട് പോകും. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി ചെയ്യും. ഇത്തരത്തിൽ ഒരു പെൺകുട്ടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് ടച്ച് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടം ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു ആൺകുട്ടിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രണയമൊക്കെ മുട്ടിട്ട് തുടങ്ങുമ്പോൾ ഈ ഒരു പെൺകുട്ടി ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യും എന്നതാണ്. അതായത് നിൻ്റെ ഡ്രസ്സ് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്, നിന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ ആവശ്യത്തിന് ആവശ്യമില്ലാത്തടത്ത് ഒക്കെ കയറി അങ്ങോട്ട് പുകഴ്ത്താൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത്തരത്തിൽ നിങ്ങളുടെ പുറകെ നടന്നിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളെ തന്നെ പുകഴ്ത്തുന്നു എങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. വേറെ ഒന്നുമല്ല, ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒപ്പീനിയനാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു ഇഷ്ടമൊക്കെ തോന്നി അല്ലെങ്കിൽ നിങ്ങളോടൊരു ഉള്ളിൽ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അവളുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി എന്താണെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്കും ഓടി വന്നിട്ട് നിങ്ങളോട് ചോദിക്കും നിൻ്റെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ ആയിരിക്കും ടൈം സ്പെൻഡിങ്ങും. അതായത് ഒരു കാര്യം ചോദിക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങ് വരും, പിന്നെ അങ്ങോട്ട് പോകത്തേ ഇല്ല. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കുറേ അധികം നേരവും നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കും, നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ചോദിക്കും. ആ ഒപ്പീനിയനൊക്കെ എപ്പോഴും ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ ഒക്കെ തരും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതാണ് തേർഡ് പോയിന്റ്. നാലാമതായിട്ട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ അവരുടെ മുൻപിൽ കൊണ്ടുപോയി അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് അവളുടെ ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും. എന്നിട്ട് അവളുടെ അച്ഛൻ അല്ലെങ്കിൽ അവളുടെ അമ്മ, ഉപ്പ, ബാപ്പ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് ഈ ഒരു വ്യക്തിയാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ അങ്ങോട്ട് പരിചയപ്പെടുത്തും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവളുടെ ഫാമിലി അതായത് അവരുടെ പേരൻസിൻ്റെ ഒപ്പീനിയനും ചോദിക്കും. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നു. അതായത് നിങ്ങളെ വിളിക്കുന്നു, അതായത് ഫാമിലി ഫംഗ്ഷനൊക്കെ വിളിക്കുന്നു, പേരൻസിന് മുമ്പിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നിങ്ങളെന്തോ വലിയ ആളായിട്ട് പുകഴ്ത്തി അങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുന്നു എങ്കിൽ അവളുടെ ഉള്ളിൽ നിങ്ങളോടൊരു സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഷെയറിംഗ് ആണ്. ഒരു പെൺകുട്ടി എപ്പോഴും ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയുന്നത് അവൾക്ക് ഏറ്റവും വിശ്വസിച്ച അല്ലെങ്കിൽ ഒരു വിശ്വാസം തോന്നി ഇഷ്ടം തോന്നിയൊരു വ്യക്തിയോടായിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് മാത്രം ഓപ്പണായിട്ട് പറയുന്നു, അതിപ്പോൾ സീക്രട്സും അല്ലാത്തതും എല്ലാം ഇങ്ങനെ പറയുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളൊരു സ്നേഹം തോന്നുന്നത് കൊണ്ട് തന്നെയാണ്. ഇതാണ് ഫിഫ്ത്ത് പോയിന്റ്. ഇനി സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു പെൺകുട്ടി ഇടയ്ക്ക് വന്നിട്ട് നിങ്ങളോട് വഴക്കുണ്ടാക്കുകയാണ്. ഗേൾസിനൊക്കെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആ ഒരു ടൈമിൽ ആ ഒരു പെൺകുട്ടി വന്നിട്ട് നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് പഴയതുപോലെ സ്നേഹത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും, ഇവളല്ലേ ഇപ്പോൾ എന്നോട് വഴക്കുണ്ടാക്കി പോയത്. ഇത്തരത്തിൽ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അത് സോൾവ് ചെയ്യുന്നു. ഓടി വന്നിട്ട് നിങ്ങളോട് പഴയതുപോലെ തന്നെ ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നു. ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് തന്നെയാണ്. ഇതാണ് സിക്സ്ത് പോയിന്റ്. ഇനി ഏഴാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് നിങ്ങളുടെ കുറ്റം പറയുകയാണ്. ഈ കുറ്റം കേട്ടിട്ട് ഈ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നു. ഈവൻ ആ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ഒരു കുറ്റം പറയുന്നത് എങ്കിൽ പോലും
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി വഴക്കുണ്ടാക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, നിങ്ങളുടെ സൈഡ് പറയുന്നു, ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആ ഒരു പെൺകുട്ടീനെ വിശ്വസിക്കാം. കാരണം ആ ഒരു പെൺകുട്ടിക്ക് അത്രമാത്രം നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ വഴക്കിനൊക്കെ പോകുന്നത്. സോ ഈ പറഞ്ഞ 7 കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോടൊരു ഇഷ്ടമുണ്ട് എന്ന്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.